കഴിഞ്ഞ 6-ാം തീയതി മാർച്ച് മാസം 6-ാം തീയതി ദേവസ്വം ബോർഡിന് ഈ തന്ത്രിമാർക്ക് കൊടുത്തൊരു കത്തുണ്ട്. അതിൽ 6 കുടുംബങ്ങളിൽ 6 പേരിൽ 5 പേര് ഒപ്പിട്ടിട്ട് കൊടുത്ത കത്താണ്. അതിലവർ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഈ കഴകം ജോലിക്ക് എത്രയും പെട്ടെന്ന് കാരായ്മക്കാരായിട്ടുള്ള ആളുകൾ, പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്ന ആളുകളെ നിയമിക്കണമെന്നുള്ളതാണ്, അവരെ തന്നെ വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യമായി ചെയ്യുന്ന ആളുകളെ തന്നെ അവിടെ നിയമിക്കണമെന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന തന്ത്രിയാണ്. തന്ത്രി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം വെറും ഒരു തന്ത്രി മാത്രമല്ല, അദ്ദേഹം നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള ഒരു ദേവസ്വം ബോർഡിലെ ഒരു അംഗം കൂടിയാണ്. ആ തന്ത്രി ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡാണ് ഞങ്ങൾക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്കൊരു കഴകം ജോലിക്കാരനെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ദേവസ്വം, ഈ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്, ഇവിടെ ഇങ്ങനെ ഒഴിവുണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, അതിൽ ഇൻ്റർവ്യൂ നടത്തുന്നത്, അർഹരായ ആളുകളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റൊട്ടേഷൻ പ്രകാരം അവിടെ ബാലു എന്ന് പറയുന്ന ആൾ നിയമനത്തിനാകുന്നത്. അപ്പോൾ വന്ന ആൾ തങ്ങൾക്ക് തൃപ്തികരമായ ജാതിയിൽ പെട്ടവനല്ല എന്നാണ് പ്രശ്നം.